Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്തതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേക്കാണ് കാണിച്ചു തരുന്നത്. സാധാരണ മൈദയും ഗോതമ്പൊടിയൊന്നും വെച്ചിട്ടല്ല ഇന്നത്തെ കേക്ക്, റവ വെച്ചിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. സാധാരണ സ്പോഞ്ച് കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. റവ ആയതുകൊണ്ട് അങ്ങനെ തരിയൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പം മുട്ടയൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത്. പിന്നെ ഞാനിത് ഓവനിൽ വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, സാധാരണ സോസ് പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും, ഓവൻ ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ റവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റവ ഒന്ന് ആദ്യം തന്നെ പൊടിച്ചെടുക്കാൻ പോവാണ്. റവയ്ക്കൊരു തരി പോലെ ഉണ്ടാവുമല്ലോ, അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സിയിലൊന്ന് ആദ്യം പൊടിച്ചെടുക്കുക. ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ചെറിയ തരിതരിപ്പ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ റവ ഞാൻ പൊടിച്ചെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണിത്, തിളപ്പിക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിലുള്ള പാല് എടുക്കുക. ചൂടും തണുപ്പും അധികം ഇല്ലാത്ത പാല് നോക്കി എടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. റവ ഒന്ന് കുതിർന്ന് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ചില റവയ്ക്ക് കൂടുതൽ പാല് വേണ്ടി വരും. അപ്പോൾ അതിന് കൃത്യമായിട്ട് അളവില്ല, 1/2 തൊട്ട് 1/4 കപ്പ് വരെ പാല് ചേർത്തിട്ട് റവ ഒന്ന് കുതിർത്തെടുക്കുക. ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് വേണം, മോര്. അതൊന്നെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉള്ളത് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ പാലിനകത്ത് നാരങ്ങ നീര് ചേർത്ത് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനൊരു 1/4 കപ്പ് പാല്, തിളപ്പിച്ചാറിയ പാൽ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 10-15 മിനിറ്റിനകം ബട്ടർ മിൽക്കായി കിട്ടും, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ഞാൻ ചെറിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിനകത്ത് കേക്കിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അത് താഴെ കേക്കിൻ്റെ താഴെ വന്ന് അടിഞ്ഞു പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് 2 സ്പൂൺ മൈദയോ ഗോതമ്പൊടിയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴേക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങ് താന്നു പോവില്ല. ടൂട്ടി ഫ്രൂട്ടിയും ചെറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ എടുത്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാനുള്ളതാണ്. റവ കേക്ക് കുറച്ചൊന്ന് സോഫ്റ്റായി നല്ലൊരു ടെക്സ്ചറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് മൈദ ചേർക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചു വയ്ക്കുക. അപ്പോൾ 1-2 പ്രാവശ്യം അങ്ങനെ മിക്സ് ചെയ്ത് അരിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് റെഡിയായി കിട്ടും. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം എല്ലായിടും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചെയ്ത് വയ്ക്കാനുള്ളത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള സോസ് പാൻ റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് ബട്ടറോ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു ഓയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ഞാനിവിടെ ബട്ടർ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലാണെങ്കിലും മതി, കുഴപ്പമില്ല. ഓയിലെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള സോസ് പാനും റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് കേക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാനായിട്ട്, കേക്കിൻ്റെ ബാറ്റർ. അപ്പം നമ്മുടെ ഇവിടെ റവ നന്നായിട്ട് പാലൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന കാരണം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊരു 10-20 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് കിട്ടും. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കുക. കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ചേർക്കാൻ പാടില്ല, അത് രണ്ടും ഒഴിവാക്കുക.
വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. ഞാനിവിടെ 1 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുക, എന്നാലും നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ മധുരം കുറവ് മതി എന്നുള്ളവർക്ക് 1/4 കപ്പ് മതിയാവും. പക്ഷെ ആവശ്യത്തിന് മധുരം ഉണ്ടെങ്കിലേ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 1 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു സ്പാറ്റില വെച്ചിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ കുറേശ്ശെ ആ പൊടിച്ച പഞ്ചസാര ചേർത്ത് പഞ്ചസാര മെൽറ്റായി ഉരുകി അതുമായിട്ട് ചേരുന്നത് വരെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പം നന്നായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെയുള്ള മിക്സില്ലേ, അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഇട്ട് കുത്തി ഇളക്കണ്ട, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സായി കിട്ടും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ നല്ല തിക്കായിട്ട് വരും. ഈ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തല്ലോ, അപ്പം നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കുറേശ്ശെ ആയിട്ട് ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ഒഴിക്കേണ്ട, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് കുത്തി ഇളക്കണ്ട. അപ്പോൾ എല്ലാം ബട്ടർ മിൽക്ക് എല്ലായിടും ആകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ചെറിയും കൂടെ ഉള്ളതാണ്, മിക്സാണ്. അത് ചേർത്തതിന് ശേഷം ഇതുപോലെ സോഫ്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കോട്ടിംഗ് ഒക്കെ പോയി അത് വീണ്ടും താഴത്തേക്ക് അങ്ങ് പോവും. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് മാത്രം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോസ് പാനിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്, അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വലിയ സോസ് പാനാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇവിടെ കുട്ടികൾക്ക് അത്ര വലിയ കട്ടിയുള്ള കേക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ സോസ് പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ സോസ് പാൻ എടുക്കുക. അപ്പം നല്ല തിക്കായിട്ടുള്ള വീതിയുള്ള കേക്ക് കിട്ടും, നല്ല കട്ടിയിലുള്ള കേക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സോസ് പാനിൻ്റെ വലിപ്പം റെഡിയാക്കുക. അതിനുശേഷം ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് ടാപ്പ് ചെയ്യുമ്പോഴേക്കും അതിനകത്തുള്ള കൂടുതലായിട്ടുള്ള എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഒരു പഴയ ദോശക്കല്ലോ ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് പാൻ വെച്ച് കൊടുക്കുക. ഞാൻ ആ ബാറ്ററിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ അതൊരു കുറച്ച് ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് എയർ ടൈറ്റായിട്ട് അടയ്ക്കുക. അതിൻ്റെ ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഒരു 40 തൊട്ട് 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഒരു 50 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് റെഡിയായി വരാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലും വെന്തിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ അധികം തിക്നെസ് ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പാനിൽ ചെയ്യുക, അല്ലെങ്കിൽ വലിയ പാനിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക് you.